ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കോപ്പറേറ്റീവ് വേഗയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളിപ്പോൾ ഒരു CSEBയുടെ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഒരു ഓൺലൈൻ എക്സാം ബാച്ച് നമ്മൾ ആദ്യമായിട്ടൊരു ചെറിയൊരു പെയ്ഡ് ബാച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ബാച്ചിൽ നമ്മളൊരു ഒരു നിശ്ചിത മെമ്പേഴ്സിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു ബാച്ചായിരുന്നു. അപ്പോൾ ആ ബാച്ച് ഫുള്ളായതിന് ശേഷവും 2 ദിവസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ബാച്ച് ഫുള്ളായി. അപ്പോൾ അതിന് ശേഷം പിന്നെയും റിക്വസ്റ്റുകൾ വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പിന്നെയും 2 ദിവസം കൊണ്ട് അഡ്മിഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പം നമുക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാച്ചിൽ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അത്രയും മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ശേഷം പിന്നെയും അവരുടെ സുഹൃത്തുക്കളടുത്ത് സംസാരിക്കുകയും അല്ലെങ്കിൽ ലേറ്റായിട്ടാണ് നമ്മുടെ ചാനലിൽ ശ്രദ്ധിച്ചതെന്നൊക്കെ പറയുന്ന കുറച്ച് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് മെയ് 1 അടുത്ത പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ 2 മാസത്തെ സബ്സ്ക്രിപ്ഷനാണ് വരുന്നത്. 149 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. മുന്നത്തെ അതേ ഇത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ടോപ്പിക് വൈസ് എക്സാം, സബ്ജക്റ്റ് വൈസ് എക്സാം, മോഡൽ എക്സാം, ഒരു വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാമാണ് വരുന്നത്. അതിൽ 2 എക്സാംസ് ടെലഗ്രാം വഴിയും ബാക്കി എക്സാംസ് നമ്മൾ ഓൺലൈൻ ത്രൂ ലോഗിൻ ചെയ്താണ് എക്സാംസ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ വാട്സാപ്പ് നമ്പർ നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വാട്സാപ്പിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് എക്സാംസ് കൃത്യസമയത്ത് എക്സാംസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തരും, ടൈം ടേബിൾ തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും നമ്മുടെ എക്സാംസിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത്. 100 മാർക്കിന് വീക്ക്ലി എക്സാമൊക്കെ നടത്തുമ്പോൾ CSEB ഇറക്കിയേക്കുന്ന അതേ സിലബസിൽ തന്നെയായിരിക്കും നമ്മൾ പോവുക, അല്ലെങ്കിൽ ആ ഒരു മാർക്ക് ഡിവിഷനിൽ തന്നെയായിരിക്കും പോവുക. മാത്സിലൊക്കെ കൃത്യമായ എക്സ്പ്ലനേഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻസ് വേണ്ട ക്വസ്റ്റ്യൻസിന് എക്സ്പ്ലനേഷൻസ് കൊടുത്ത് തന്നെയാണ് മാത്സിൻ്റെ കാര്യത്തിലും പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം എക്സാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ PDF ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗങ്ങൾ തന്നെ വിലയിരുത്താൻ സാധിക്കും. നമുക്കറിയാത്ത ഭാഗങ്ങളിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ എടുത്തു വെച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഇന്ന ഏരിയകൾ അറിയത്തില്ല, ആ ഏരിയകളിൽ കൂടുതൽ ഞാൻ ശ്രദ്ധ കൊടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ എക്സാം പ്രാക്ടീസ് ചെയ്യുന്നത്. കുറേ പേര് വിചാരിക്കുന്നുണ്ട് എക്സാംസൊക്കെ എന്തിനാണ്, ഞാനൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അങ്ങനെയല്ല, എക്സാം പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുന്നതിനോടൊപ്പം എക്സാം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗങ്ങൾ മനസ്സിലാവും. നോക്കുക, ഇപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റാണ് കാണുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടെ നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ പൊസിഷൻസ് എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ സാധിക്കും. മാർക്ക് ലിസ്റ്റും ഈ പറഞ്ഞ പോലെ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് എത്രയാണെന്ന് അറിഞ്ഞ് തന്നെ നമ്മൾ പഠിക്കണം. നമ്മുടെ നിലവാരം എത്രത്തോളം ഉയരുന്നു. ഇപ്പോൾ ഈ മാസം പരീക്ഷ തുടങ്ങി അടുത്ത മാസം അവസാനം 2 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ താഴെ നിന്ന് മുകളിലെത്താൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ച് ചാനലിൻ്റെ വിജയം തന്നെയാണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഇപ്പോൾ അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സുകൾ നിങ്ങളുടെ ഓൾറെഡി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ചോദിക്കാം എങ്ങനെയാണ് നമ്മുടെ പ്രൊസീജിയർ, എങ്ങനെയാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. സോ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഇതുവഴി പറയുന്നില്ല. നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളടുത്ത് പേഴ്സണലി പറഞ്ഞു തന്നതായിരിക്കും. ടൈം ടേബിളെല്ലാം ഞങ്ങൾ തരുന്നതായിരിക്കും. അതിനനുസരിച്ചുള്ള എക്സാംസ് ഉണ്ടായിരിക്കും. കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങളുടെ നിലവാരം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമ്മുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് എടുത്താണ് നമ്മൾ ഈ ബാച്ച് നടത്തുന്നത്. സോ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. സോ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഉടൻ തന്നെ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക. കാരണം 1-2 ദിവസം കൊണ്ട് ആളുകൾ ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെമ്പേഴ്സ് ബാച്ച് ക്ലോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു.